ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ ജൂലൈ തൊട്ടിട്ട് ഡിസംബർ വരെ നിങ്ങളുടെ ലൈഫിൽ കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് എന്താണ് വരാൻ പോണത് അതാണ് നമ്മൾ നോക്കണേ ഇവിടെ. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് 6 മന്ത്സ് എന്തൊക്കെയാണ് ചേഞ്ചസ് വരാൻ പോണത്, എന്താണ് വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ പോണത്, 3 കാർഡ്സ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ടവർ ഉണ്ട്. അപ്പോൾ ജെമിനായി, ഫസ്റ്റ് കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ടെമ്പറൻസ് ആണ്. ബാലൻസിന്റെ എനർജിയാണ് ഇത്, ഹീലിംഗിന്റെ എനർജിയാണ്. നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ കുറേ ബാലൻസ് ആയിട്ട് പോവും. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരും. ഇതിൻ്റെ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. മേ ബി നിങ്ങൾ കുറേ ചില കേസസിൽ ചില കാര്യത്തിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നുണ്ടായില്ല. അപ്പോൾ ഇത് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ആ ബാലൻസ് ആണ് കൊണ്ടുവരണത്. മേ ബി നിങ്ങൾ നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്യണു ചില ഏരിയ ഓഫ് ലൈഫിന്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം. ആ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ കുറച്ചൊരു വിഡ്രോ ചെയ്തിട്ടാണ് നിങ്ങളുടെ എനർജി ഉണ്ടാവുന്നത്. ആൻഡ് ഇത് ഹീലിംഗിന്റെ എനർജി കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ ഇല്ല റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അവിടെയും ഹീലിംഗ് ഉണ്ട്. നിങ്ങൾ ഫ്ലോയിലാണ് പോണത്. അപ്പൊ ഇവിടെ വേൾഡ് ഉണ്ട്. വേൾഡ് ഒരു കംപ്ലീഷന്റെ എനർജിയാണ്, ഒരു വലിയ ചേഞ്ചിന്റെ എനർജിയാണ്, ഒരു സൈക്കിൾ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ട്. ട്രാവലിന്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ അബ്രോഡ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട് വെച്ചാൽ അത് നെക്സ്റ്റ് 6 മന്ത്സിൽ പോസിബിൾ ആണ്. ഇവിടെ ലാസ്റ്റ് കാർഡ് ടവർ ആണ്. ടവർ സ്കോർപ്പിയോ എനർജിയാണ്. പക്ഷെ ഇതൊരു എൻഡിങ് ആൻഡ് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. ടവർ ഒരു ഷോക്കിംഗ് ഇവന്റ് ആണ്. യൂഷ്വലി അൺഎക്സ്പെക്റ്റഡ്ലി എന്തെങ്കിലും ഉണ്ടാവുന്ന എനർജിയാണ്. അപ്പൊ എന്തോ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് 6 മന്ത്സിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഉണ്ടാവാൻ പോകുമ്പോൾ നമ്മളത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണെന്ന്. അപ്പോൾ ജെമിനായി, ഈ ടെമ്പറൻസ് എനർജി ഇവിടെ എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യാം നമ്മൾക്ക്. 8 ഓഫ് പെന്റിക്കിൾസ്, ഇത് ഒരു ബിസി പേഴ്സന്റെ എനർജിയാണ് ആക്ച്വലി. 8 ഓഫ് പെന്റിക്കിൾസ് മേ ബി നിങ്ങളുടെ കുറേ എഫേർട്ട് നിങ്ങളുടെ ജോലിയിൽ ഇട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പേ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു കാര്യത്തിലും സമയം കിട്ടുന്നുണ്ടായില്ല. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്തു. വേണിച്ചിട്ടല്ല ഇഗ്നോർ ചെയ്തത്, പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ആ ഏരിയ ഓഫ് ലൈഫ് കുറച്ച് നിങ്ങളുടെ ഒരു ഇംബാലൻസ്ഡ് ആയിരുന്നു. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ശ്രദ്ധ എല്ലാം ഒരു ഏരിയ ഓഫ് ലൈഫിൽ മാത്രമേ ആയിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങൾ ഒരു ബാലൻസ് ആണ് കൊണ്ടുവരാൻ നോക്കാൻ പോണേ. നിങ്ങളുടെ ലവ് ലൈഫും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ കരിയറും രണ്ടും ബാലൻസ് ചെയ്തിട്ട് എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേന്ന് അതാണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവാൻ പോണേ. സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. ഇത് കുറച്ചൊരു ഇന്നർ സ്ട്രെങ്ത്തിന്റെ എനർജിയാണ്. ആദ്യം ഇവിടെ ഒരു ഇംബാലൻസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കുറച്ചൊരു ബോൾഡ് സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ചിലവർക്ക് വർക്കിന്റെ കാര്യം ഇഗ്നോർ ചെയ്യാൻ അത്ര ഈസി അല്ല. ഇഗ്നോർ ചെയ്യണം എന്നല്ല ഞാൻ പറയണേ, പക്ഷെ മേ ബി ആ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക്. ഇതുവരെ നിങ്ങളുടെ വർക്കിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്തത്. ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് മറ്റേ കാര്യങ്ങൾ അതിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ആ സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്കൊരു ചാലഞ്ചായി തോന്നും. എന്നുവെച്ചാൽ നിങ്ങൾ എപ്പോഴും ഒരു കാര്യത്തിലെ ഫോക്കസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ. ഇപ്പോൾ മറ്റേ കാര്യത്തിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം വരും. ആൻഡ് അതിന് നിങ്ങൾക്ക് ആ ഇന്നർ സ്ട്രെങ്ത് ടാപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ വേൾഡ്, ഇവിടെ വലിയ ചേഞ്ച് എന്താണ് ഉണ്ടാവാൻ പോണ നിങ്ങളുടെ ലൈഫിൽ. ആദ്യം ഇവിടെ ഡെത്ത് എനർജി ഉണ്ട്. അപ്പോൾ എന്തോ എൻഡിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച്. മുമ്പത്തെ മാതിരി ആയിരിക്കില്ല നിങ്ങളുടെ ലൈഫ്. ഇത് ഏത് ഏരിയ ഓഫ് ലൈഫ് ആണെന്ന് ചോദിച്ചാൽ ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണ്. ഇത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കാം.
മോസ്റ്റ്ലി ഇതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഞാൻ ഡെഫിനറ്റ്ലി എന്തോ ഒരു വലിയ ചേഞ്ച് കാണുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. 7 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. ഒരു വർഗോടെ കൂടെ ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എവിടെയോ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും എന്ന്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചേഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ച് ഒരു റിലേഷൻഷിപ്പ് എന്റെയാണ് ചേഞ്ച് ആയിരിക്കാം. അതല്ലച്ചാ മേ ബി ഇവിടെ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷന്റെ കാരണം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ചില കേസസിൽ മേ ബി ഇതൊരു ക്ലാരിഫൈ ചെയ്യണ കാര്യമായിരിക്കാം. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഇപ്പോൾ കോൺഷ്യസ്ലി വർക്കിനെ കുറച്ചൊരു സൈഡിലാക്കിയിട്ട് റിലേഷൻഷിപ്സിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിരിക്കേണ്ടത് വെച്ചാൽ അത് ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, റൊമാൻറ്റിക് ലൈഫിൽ, എസ്പെഷ്യലി പേഴ്സണൽ ലൈഫിൽ. എന്നുവെച്ചാൽ ആ ഡിസിഷൻ്റെ കാരണം നിങ്ങളുടെ ലൈഫ് മൊത്തം ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് അത് ഒരു നല്ല ചേഞ്ചും ആയിരിക്കാം, ഒരു അത്ര നല്ല ചേഞ്ചും ചിലപ്പോൾ ആവില്ല. അപ്പോൾ അത് എങ്ങനെയാ മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇത് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ ഒരു ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ആ പുതിയ ബിഗിനിങ് ക്വൈറ്റ് സ്റ്റേബിൾ ബിഗിനിങ് ആണ്. ഈ ടവർ ഇവിടെ ആദ്യം ഒരു സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചിന്റെ എനർജിയാണ്. അപ്പോൾ ഈ ടവർ ഇവിടെ എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഒരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ആരോ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. ഇത് ഒരു സഡൻ അൺഎക്സ്പെക്റ്റഡ് മെസ്സേജ് ആയിരിക്കാം. ഈ പേഴ്സണിനെ മേ ബി നിങ്ങൾ മുമ്പേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർ ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിന്റെ ആരോ ആണ്. ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ റിലേഷൻഷിപ്പിൽ മുമ്പും ചാലഞ്ചസ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ മേ ബി അവിടെ ഒരു എൻഡിങ് ഉണ്ടായി. പക്ഷെ ഇപ്പോൾ ഈ പാസ്റ്റിന്റെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. ഇത് ആ സെയിം പേഴ്സൺ ആയിരിക്കാം, ഇവിടെ എൻഡിങ് ഇല്ല പേഴ്സൺ, ആ പേഴ്സൺ തന്നെ ആയിരിക്കും തിരിച്ചു വരുന്നുണ്ടാവുക. അതല്ലാച്ചാൽ മേ ബി നിങ്ങളുടെ ഡിസ്റ്റന്റ് പാസ്റ്റിൽ ഇതിന്റെ മുമ്പേ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു വെച്ചാൽ മേ ബി ആ പേഴ്സണും ആയിരിക്കാം. 2 ഓഫ് wands ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങളെ ക്രോസ് റോഡ്സിലാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാവേണ്ടത്, എന്താണ് നിങ്ങളുടെ ഡിസിഷൻ, അതാണ് ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ 2 ചോയ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ നോ പറയാം, ഇല്ലച്ചാൽ യെസ് പറയാം. പക്ഷെ അത് നിങ്ങൾ കുറെ സൂക്ഷിച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഒരു ക്രോസ് റോഡ്സിലാണ് നിങ്ങളിവിടെ. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം നോക്കാം. എന്താണ് 6 monthsന്റെ ഔട്ട്കം? 6 monthsന്റെ ഔട്ട്കം 9 ഓഫ് wands. അപ്പോൾ കുറച്ചൊരു ഡിഫെൻസീവ് എനർജിയിലാണ് നിങ്ങൾ. ഇതെന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ എന്തോ ഒരു ബാഗേജ്, ഒരു ബർഡൻ, ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ട് നിങ്ങൾ എവിടെയോ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൾറെഡി നിങ്ങൾക്കൊരു ഹിന്റ് തന്നിരിക്കണു, അതായത് എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ എൻഡിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട് നെക്സ്റ്റ് 6 months. ആ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഈ ചേഞ്ച് ഒരു നല്ല ചേഞ്ചാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിന്റെ പാസ്റ്റ് ബാഗേജ് ഒക്കെ, വർക്ക്ഔട്ട് ചെയ്യാത്ത കാര്യങ്ങൾ, ആ എനർജി തന്നെ മാറിയിട്ട് ഒരു പുതിയ എനർജി വരാൻ പോകുന്നുണ്ട്. ആൻഡ് ആ പുതിയ എനർജിയിൽ പുതിയ സിറ്റുവേഷൻസ് വരും, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. ഇത് ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ്. ഓക്കെ, 3 ഓഫ് wands. അപ്പോൾ നിങ്ങൾ എന്തോ ഫ്യൂച്ചറിലേക്കാണ് നോക്കണത്. ഇപ്പോൾ എന്തോ എക്സ്പെക്ട് ചെയ്തിട്ടാണ്, വെയിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്തായാലും വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ട്രാവൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വരാൻ പോകുന്നുണ്ട് ഈ 6 months നിങ്ങളുടെ ഡയറക്ഷനിൽ. ഔട്ട്കം ഇവിടെ ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനുള്ള എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ നെക്സ്റ്റ് 6 months നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ അത് ലെറ്റ് ഗോ ചെയ്യില്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റാഗ്നന്റ് ആവും. അത് ലെറ്റ് ഗോ ചെയ്താലേ നിങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ പാസ്റ്റിന്റെ എന്തെങ്കിലും
ഒരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു വെച്ചാൽ അതായത് ജെമിനൈയുടെ തന്നെ എനർജിയാണ് ലവേഴ്സ്, എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പിൽ, പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഞാൻ കാണുന്നുണ്ട് നെക്സ്റ്റ് 6 months. ആൻഡ് അഗൈൻ ഞാൻ പറഞ്ഞ മാതിരി ഇത് പോസിറ്റീവ് ചേഞ്ച് ആണ്. ഇത് എവിടെയോ നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നു, ഇത് ഒരു ഹിന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് ഉണ്ടാവും എന്ന്. പക്ഷെ ആ കാര്യം കൺഫേം ആവേണ്ട നെക്സ്റ്റ് 6 months. ചിലവർ മേ ബി ഒരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ചിലവർ മേ ബി പാസ്റ്റ് ഇഷ്യൂസിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് ആ സെയിം പേഴ്സന്റെ കൂടെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ എല്ലാവർക്കും ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, എന്നുവെച്ചാൽ എല്ലാവരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഈ റീഡിങ്ങിൽ കൃത്യമായി പറയാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്ത് ഒരു റീഡിങ് പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൽ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരും. ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ, കമൻറ്റ് ചെയ്യുക, അപ്പോൾ എനിക്ക് അറിയും ഇത് റെസൊനേറ്റ് ചെയ്തോ ഇല്ലേന്ന്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.